കരിയാപ്പിളെന്ന് എനിക്കറിയാം. ഞാൻ കുറച്ചാൾ കോഴിക്കോട് കൂടെ കൊറേ നിന്നാ. ശരി. പിന്നെ ചോന്ന പറയും. മാം വന്നു. അയ്യോ, എന്നാ ശരി മിസ് ഇപ്പൊ വരും. 30 ആയില്ലേ? എടെ രേഷ്മ, നീ എന്തിനാ അതിന്റെ പേര് പറഞ്ഞേ? പോയോ? മങ്കട. ആ, മങ്കട. എഴുതി വെക്കട്ടെ, ഗൂഗിളിൽ അടിച്ചു വെക്കണല്ലോ. Good morning, all. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗ്. എന്താ ഒരു ടോണ് ഗുഡ് മോർണിംഗിന്? കിട്ടുന്നുണ്ടല്ലോ. ഇരിക്കട്ടെ, എന്തിനാ കുറക്കുന്നത്? ഉണ്ടല്ലോ. വന്നല്ലോ വനമാല വന്നല്ലോ. വസ്ത്രങ്ങൾ നന്നായി തിളങ്ങുന്നല്ലോ. ആരായിരുന്നു സൈൻ ഔട്ട് ഇന്ന് പറയുന്നേ? സൈൻ ഇന്ന് ഞാനാണ്. അയ്യല്ല, ആളായല്ലേ? അന്നാ പാട്ടായിരിക്കും. അല്ലല്ല, പാട്ടല്ല. അയ്യോ, എന്താ റിജുവിന്റെ പാട്ടത്ര മോശമാണോ? നിങ്ങൾക്കെല്ലാം കേട്ട് മതിയായില്ല. ഇനി കുറച്ച് എന്താ പറയാ, പാട്ട് നിർത്തി വെച്ച്. മിസ് വന്നു. ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാഖി എന്നെ പിൻ ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് മുഴുവനും കേട്ടായിരുന്നു. പിൻ ചെയ്ത എനിക്ക് വലുതായി കണ്ടപ്പോ നിങ്ങളെ നിർത്തി. ഗുഡ് മോർണിംഗ് മീൻസ് ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, പ്രേയർ എല്ലാം കഴിഞ്ഞായിരുന്നു. ആണോ? ശരി, ഞാൻ വൈകിയാലും നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കും. ഓക്കെ, എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ ചില കാരണങ്ങൾ കൊണ്ടൊന്നും ഇച്ചിരി ലേറ്റ് ആയി വരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം പ്ലീസ്. ആരാണ് പേര്? ഞാനാണ് മാം മിഥുല. ഓക്കെ മിഥുല, പ്ലീസ്. എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തേരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും,
നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. താങ്ക് യു മാം. ഹാവ് എ ഗുഡ് ഡേ ഓൾ. തോട്ട് ഓഫ് ദ ഡേ. ഓക്കെ, ഞാനാണ് മിസ്റ്റർ സൈനി. എല്ലാവർക്കും തോട്ട് ഓഫ് ദ നമസ്കാരം. ഡേ. അറിവാണ് സോറി എന്നാ തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞു. ഓക്കെ ഓക്കെ. തോട്ട് ഓഫ് ദ ഡേ ഞാനാണ്, ലിൻഷി ഫ്രം തിരുവനന്തപുരം. ഇന്നത്തെ തോട്ടില് ഒരു സംഭവം ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വന്ന ഒരു ആള് അവിടെയുള്ള പണിയെടുക്കുന്ന ആളോട് ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ലേ, ഞാൻ ഇവിടെ ഒരു ഒരു വർക്ക് നടക്കുവാണല്ലോ, ഇവിടെ നടക്കുന്ന അത് നിങ്ങൾക്ക് കാണുന്നില്ലേ? അതുപോലെ വേറെ ആളോടും ചോദിച്ചപ്പോഴും സെയിം ആൻസർ പറഞ്ഞു. മുന്നോട്ട് ചെന്നപ്പോൾ ഒരു സ്ത്രീയോട് ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ആ സ്ത്രീ പറഞ്ഞു, ഇവിടെ ഒരു ഹോസ്പിറ്റൽ പണിയുകയാണ്, ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം നല്ലൊരു സേവനം കൊടുക്കുന്നതിന് വേണ്ടി, ഇവിടെയുള്ള രോഗികൾക്കെല്ലാം നല്ലൊരു ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി നല്ലൊരു ഹോസ്പിറ്റൽ പണിയുകയാണ്. അപ്പോൾ വ്യക്തി പറയാണ്, ഞാൻ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥനാണ്, എനിക്കറിയാം ഇവിടെ എന്താണ് നടക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആൻസർ, നിങ്ങൾ പണിയുന്ന ഈ വർക്കിൽ നിങ്ങൾക്ക് എന്താണ് പണിയതെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ മുഴുവൻ കെട്ടിടത്തിന്റെയും മേൽച്ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സൂപ്പർവൈസറിന്റെ ഒരു ജോലി ആ സ്ത്രീക്ക് കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ജോലി എത്ര ചെറുതാണെങ്കിലും ആത്മാർത്ഥമായി ഉത്തരവാദിത്തോടുകൂടെ ഉള്ള ബോധ്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ വിജയവും അംഗീകാരവും നമ്മെ തേടിയെത്തും. അതിലേറെ നമുക്ക് മനസ്സിന് സംതൃപ്തി ലഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ എത്ര ചെറുതാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്നും അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നന്നായി ചെയ്യുവാനും അതിന്റെ പ്രതിഫലം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. ഇത് നല്ല ചിന്തയോടുകൂടി ഇന്നത്തെ നല്ലൊരു ദിവസം നല്ലൊരു ദിവസം നമുക്ക് തുടങ്ങാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അറിവാണ് ശക്തി എന്നത് ലോക പ്രശസ്തമായ പഴഞ്ചൊല്ലാണ്. അറിവിന് ലോകത്തെ കീഴടക്കാനുള്ള കഴിവുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഗോഡ് ബ്ലെസ് യു മിസ് ആൻഡ് മൈ ഫ്രണ്ട്സ്. വെൽക്കം. താങ്ക് യു ഓൾ. ഓക്കെ, വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, കുറെ ക്ലാസ്സുകൾക്ക് ഒരു മാസത്തിന് കൂടുതലായി അല്ലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മളൊന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കിയാൽ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളത് പറയുകയും ചെയ്തു, കഴിഞ്ഞ ദിവസം ഒരു ഫീഡ്ബാക്ക് പോലെ അത് പറയുകയും ചെയ്തു, നമ്മൾ എന്തെല്ലാം നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തി എന്നുള്ളത്. ഓക്കെ, ഇന്ന് പുതിയൊരു ബാച്ചിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു മോർണിംഗ് 10 മണിക്ക്, അതായത് 20ാമത്തെ ബാച്ച്. നിങ്ങൾ 18, സോ 20 ബാച്ചിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ദാറ്റ് മീൻസ് 10th ബാച്ചിന്റെ ക്ലാസ് കഴിഞ്ഞു. അവർക്ക് പരീക്ഷ കഴിഞ്ഞിട്ടില്ല. 10ഉം 11ഉം ഒരേ രീതിയിൽ പോകുന്നതാണ്. 10ന്റെയും 11ന്റെയും ഒരുമിച്ചായിരുന്നു ക്ലാസ് കഴിഞ്ഞത്. അവർക്ക് എക്സാമും ഒരുമിച്ചാണ് വരുന്നത്. ദാറ്റ് മീൻസ് നമ്മളിലേക്കുള്ള ദൂരം ഇനി അധികം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. 18 ബാച്ച് ആവാൻ 10ന്റെ 11ന്റെ 9ന്റെ എക്സാം കഴിഞ്ഞ് അടുത്ത അവരുടെ PGയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാറായി. 5 അവരുടെ ഓൾമോസ്റ്റ് കുറെ കഴിഞ്ഞു. ഇപ്പൊ ജനുവരിയിലായിരിക്കാം അവരുടെ കോൺവെക്കേഷൻ. ഡിസംബറിൽ ഇലക്ഷൻ ഒക്കെ വരുന്നത് കൊണ്ട്. ഓക്കെ, കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. വേറെ ഒന്നുമല്ല, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി പേര് നമ്മളുടെ വീട്ടിലുണ്ടാവും. കുട്ടികളായാലും പ്രായമായവരായാലും അവർക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം മാറ്റി വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. നമ്മുടെ മനസ്സങ്ങനെയാണല്ലോ. പലപ്പോഴും നമുക്കപ്പോ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോഴേക്കും ഭയങ്കര ഒരു ഹറിബറി ആയിപ്പോകും. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒന്നും നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാതെ വരും. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടി വേഗം ഒന്ന് തീർക്കുക എന്നുള്ള ഒരു ഇത് വരും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഷെഡ്യൂൾ ചെയ്ത ദിവസം ഒരു 20 മിനിറ്റ്, 15 മിനിറ്റ്സ്, ചിലപ്പോ അത്രയും കൂടി വേണ്ടി വരില്ല. ഒന്ന് മാറ്റി വെച്ചാൽ പെൻഡിങ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് തീർത്ത് പോവാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എവിടെ വരെ ക്ലാസ്? മാഡം ഞങ്ങൾക്ക് റെക്കോർഡൊക്കെ കിട്ടിട്ടോ, റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കിട്ടിയല്ലേ? ഓക്കെ, അപ്പോ ഞാൻ നെക്സ്റ്റ് അടുത്ത വീക്കിലെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരാം. എല്ലാരും വാങ്ങിച്ചോ അതോ കുറച്ചു പേർക്കേ ഉള്ളൂ? ഇല്ല മാം, വാങ്ങിച്ചില്ല. ഇല്ല വാങ്ങിച്ചില്ല. 1 വീക്ക് കൂടെ കഴിഞ്ഞിട്ട്
1 വീക്കും കൂടെ കഴിയട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാരും ഒന്ന് ആയി കഴിയുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി. റെക്കോർഡ് റൈറ്റിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. മിസ് പേജ് നമ്പർ 4 എടുക്കുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, ഞാനൊന്ന് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞോ അതോ അതാണോ ഇനി എടുക്കേണ്ടത്? ഇനി ഇത് എടുക്കാന്നല്ലേ മിസ് എന്ന് പറഞ്ഞേ? അല്ലേ, ഇത് സ്റ്റാർട്ട് ചെയ്യാനാണോ? ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു മാം, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം. ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഞാൻ വായിക്കാം. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. Fullu vaayikano ma'am? First 2 paragraphs. Okay. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on school. It expected school students, whatever they learn about health in the school, to inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Health cannot be achieved simply by taking 1 or 2 pills every day, not by observing applying this knowledge in everyday life. The care of the body regarding foods, cleanliness, exercise, protection against diseases are essential for the avoidance of sound. ഇന്ന് ഹാബിറ്റ്സും ബിഹേവിയറും നമ്മുടെ വ്യത്യാസം നമ്മൾ പറഞ്ഞാണെന്ന് തോന്നുന്നു. അറിയാം അല്ലെ? ഹാബിറ്റ്സ് എന്താണ്, ബിഹേവിയർ എന്താണ്? ഹാബിറ്റ്സ് സ്വഭാവം, മറ്റ് ശീലങ്ങളല്ലേ? ബിഹേവിയർ സ്വഭാവം, ഹാബിറ്റ്സ് ശീലങ്ങൾ. പരിസ്ഥിതി ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. പക്ഷെ മനസ്സിലായി. ഓക്കെ, ഹാബിറ്റ്സ് നമ്മളുടെ ശീലങ്ങൾ അല്ലെ? അതുപോലെ ബിഹേവിയർ നമ്മളുടെ സ്വഭാവം. നിങ്ങൾ വീട്ടിൽ കാണിക്കുന്ന ബിഹേവിയർ ആണോ ഈ ക്ലാസ്സിൽ വന്ന് കാണിക്കുന്നത്? അല്ല മാം. നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ വേറൊരു രീതിയായിരിക്കും. നമ്മളൊരു ഒഫീഷ്യൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ വേറെ. കുട്ടികളുടെ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് നമ്മൾക്ക് സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ ബിഹേവ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ഒരു, നമുക്കറിയാം ഓരോ സിറ്റുവേഷനിലും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. ഒരു മരണ വീട്ടിൽ ചെന്നാൽ നമുക്കറിയാം അവിടെ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ബോഡി ലാംഗ്വേജ് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കും. അതേസമയം ഒരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള ഫംഗ്ഷൻ, പിക്നിക്, അതൊക്കെ പോകുമ്പോൾ അവിടെ നമുക്കറിയാം അവിടെ എങ്ങനെ പെരുമാറുന്നത്. ദാറ്റ് ഇസ് ബിഹേവിയർ, ആ ഒരു പെരുമാറ്റം. സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അറിയാം. ഈ ഹാബിറ്റ്സ്, ശീലങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഒത്തിരി. ചൊട്ടയിലെ ശീലം ചുടല വരെ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ നമ്മുടെ ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നൊരു കാര്യമുണ്ട്. അപ്പൊ ചെറുപ്പകാലത്തിലുള്ള ആ ശീലങ്ങൾ, ഹാബിറ്റ്സ്, അത് ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും നമ്മളുടെ ലൈഫിനൊരു മുതൽക്കൂട്ട് തന്നെയാണ് അല്ലെ? അപ്പൊ കുട്ടികളെ നമ്മൾ അവരുടെ ചെറിയ പ്രായം തുടങ്ങിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നല്ല നല്ല ശീലങ്ങൾ അവരെ ശീലിപ്പിക്കാനായിട്ട് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കണം.
നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് തന്നെയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. വീട്ടിലെ ഭക്ഷണത്തിന് മുമ്പ് കൈയും വായൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് വേണം ശേഷം ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിന് ശേഷം നല്ലപോലെ വീണ്ടും കഴുകി വൃത്തിയാക്കണം. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കൊണ്ടുപോയി അത് എവിടെയാണോ വാഷ് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി. ഇപ്പൊ വാഷ് ചെയ്യാൻ പറ്റുന്ന ഏജിലുള്ള കുട്ടികളാണെങ്കിൽ അവർ വാഷ് ചെയ്യണം. ഇതൊക്കെ കുട്ടികൾ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അവർ കാണണം. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. നമ്മളെ അവർ ഫോളോ ചെയ്യണം. അല്ലാതെ കുട്ടിയെ അടിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല അല്ലെ. കാരണം വീട്ടിലെ മുതിർന്നവർ കാണിക്കുന്നത് തന്നെ അവരെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ ഹെൽത്തി ഹാബിറ്റ്സും ആറ്റിറ്റ്യൂഡും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയറിന്റെ ഒരു ഭാഗമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ബിഹേവിയർ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു 20 കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെന്ന് വിചാരിച്ചു. 20 കുട്ടികളും 20 രീതിയിലായിരിക്കും പെരുമാറുന്നത്. അവരുടെ പെരുമാറ്റം ബിഹേവിയർ എന്ന് പറയുന്നത് അത് തന്നെ നമുക്ക് എല്ലാ ദിവസവും ഒരേ രീതിയിലായിരിക്കില്ല പെരുമാറ്റം. അവരൊറ്റയ്ക്ക് ആയിരിക്കുമ്പോൾ അവരുടെ ബിഹേവിയർ ഒരു രീതിയിൽ, അവര് ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ ഗ്രൂപ്പിൽ വേറൊരു പെരുമാറ്റമായിരിക്കും. വീട്ടിൽ നിന്ന് നല്ല ഹാപ്പി ആയിട്ട് വരുമ്പോൾ വേറെ ഒരു പെരുമാറ്റം. വീട്ടിൽ നിന്ന് വല്ല വഴക്കിട്ട് ഒരു അടിയൊക്കെ കൊണ്ടാ വരുന്നെങ്കിൽ അവരുടെ അന്നത്തെ മൂഡ്, അന്നത്തെ ബിഹേവിയർ ഒക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഏതൊരു ടീച്ചിങ് കോഴ്സിലും സൈക്കോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് സ്റ്റഡിയാണ്. ഈ ഹ്യൂമൻ ബിഹേവിയറിന്റെ, ആളുകളുടെ സ്വഭാവത്തിന്റെ സയന്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലാകുമ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നാകുന്നു. അതാണ് വ്യത്യാസം. ബി.എഡ് പഠിച്ചവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബി.എഡ് പഠിച്ചവരോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അവർക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു വലിയ ചാപ്റ്ററോ ടോപ്പിക്കോ സബ്ജക്റ്റോ തന്നെ കാണും. പലരും അതൊരു സബ്ജക്ട് സ്റ്റഡിങ് ആയിട്ട് എടുക്കും, ടീച്ചർ ആവാൻ പോകുന്നവർ അല്ലെങ്കിൽ ടീച്ചേഴ്സ്. എന്നാൽ ശരിക്കും അതുകൊണ്ടുള്ള ആ ഒരു ബെനിഫിറ്റ് കുട്ടികളുടെ നല്ലൊരു ഫ്യൂച്ചറിനാണെന്നുള്ളത് മനസ്സിലാക്കി നമ്മളത് വളരെ സീരിയസ് ആയിട്ട് ആ ടോപ്പിക്കിനെ നമ്മൾ കണ്ടാൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താനായിട്ട് കഴിയും. ഇത് ബിഹേവിയർ പറഞ്ഞപ്പോൾ ഞാനതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഹാബിറ്റ്സും ബിഹേവിയറും സ്കൂളിലും അതിന് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസ് കിട്ടണം. ഇവരുടെ ഹാബിറ്റ്സ്, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ഒക്കെ നല്ല രീതിയിൽ പോവാനായിട്ട്. അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവർ സ്കൂളിൽ കൊണ്ടുചെന്ന് കാണിക്കും. സ്കൂളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അവർ ജീവിക്കുന്ന ചുറ്റുപാടിലും കൊണ്ടുപോയി കാണിക്കാനായിട്ട്. അല്ലെ, സ്കൂൾ കുട്ടികൾ, പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ അല്ലെ, അവര് സ്കൂളിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ടോ, കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, എന്തൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ, ഇതെല്ലാം അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അവരെല്ലാ കാര്യങ്ങളും എല്ലാ വിശേഷങ്ങളും പറയും. നമ്മൾ അതിനുള്ള ടൈം സ്പേസ് അവർക്ക് കൊടുക്കണം, അവരെ കേൾക്കാനായിട്ട്. എല്ലാ വിശേഷങ്ങളും ഡിസ്കസ് ചെയ്യും പാരന്റ്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോടും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഹെൽത്തിനെ കുറിച്ചുള്ള നോളജ് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. കാരണം ഒരു വീട്ടിലാണ് അതിന്റെ അവയർനെസ് കിട്ടുന്നത്. അങ്ങനെ പല പല വീടുകളാകുമ്പോൾ ഒരു സൊസൈറ്റിയിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ അതിന്റെ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം, ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ആണെങ്കിലും മനസ്സിന്റെ ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആണെങ്കിലും നമ്മുടെ ജീവിത ശൈലി ആണെങ്കിലും അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നല്ല ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഓരോ കാര്യത്തിനും പകരം സപ്ലിമെന്റ്സോ പിൽസോ കുറെ മരുന്ന് കഴിച്ചതുകൊണ്ടോ നമ്മളുടെ ഹെൽത്ത് നല്ല രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന അറിവ്, ഹെൽത്തിനെ കുറിച്ചാണെങ്കിലും അതൊരു കിട്ടുന്ന അറിവ് നമ്മുടെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലും നമ്മുടെ എവറിഡേ ലൈഫിലും ആ ഒരു അറിവ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോഡിയെ കെയർ ചെയ്യണം. റിഗാർഡിങ് ഫുഡ്, ക്ലീൻലിനെസ്, exercise, protection against disease, etc. are essential for good health. അവിടെ അവോയ്ഡൻസ് ഓഫ് സൗണ്ട് എന്നാണ് സ്റ്റഡീസ് വന്നിരിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. സൗണ്ട് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി, ഗുഡ് സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കം അല്ലെ, നല്ല ആരോഗ്യപരമായ ഉറക്കം എന്ന് പറയുന്ന പോലെ. അതാണ് അവിടെ ഞാൻ ആ സെന്റൻസ് ജസ്റ്റ് ഒന്ന് മാറ്റി പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഫുഡ്, ക്ലെൻലിനെസ്, എക്സസൈസ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസ് എല്ലാം നല്ല ഒരു ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എസെൻഷ്യൽ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇനി താഴെ ഒരു 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട്. അതാരെങ്കിലും റീഡ് ചെയ്തോളൂ.
Ma'am, Ma'am, teaching principles of health and hygiene is important as school days make the foundation of habits. The school authorities should guarantee that the school building gets fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purposes. Appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make the students more powerful. The school should be able to provide the children with a pleasant atmosphere for their growth and development. ഓക്കെ, അപ്പൊ സ്കൂൾ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സ്കൂളിൽ നിന്ന് കുറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെൽത്തിന്റെയും ഹൈജീനിന്റെയും ഇമ്പോർട്ടൻസ് സ്കൂൾ കാലഘട്ടത്തിൽ, സ്കൂളിൽ അവരായിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് നല്ല രീതിയിൽ ആ ഒരു നോളജ് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹാബിറ്റ്സിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് അത് മാറും. സ്കൂൾ അതോറിറ്റീസ് അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഫെസിലിറ്റീസ്, അതിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച പാടില്ല. ബിൽഡിങ്സിലെല്ലാം നല്ല ഫ്രഷ് എയറും സൺലൈറ്റ് നല്ലൊരു ആന്റിസെപ്റ്റിക് പോലത്തെ ഒരു കാര്യമാണ്, ഒരു അണുനാശിനി തന്നെയാണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. പ്രോപ്പർ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, വെള്ളം കുടിക്കാനുള്ള വെള്ളത്തിനും ക്ലീനിങ് പർപ്പസിനുള്ള വെള്ളത്തിനും. പിന്നെ സ്കൂളിന്റെ കരിക്കുലത്തിന്റെ ഇൻ ബിറ്റ്വീൻ PT പീരീഡ് അല്ലെ, അപ്രോപ്രിയേറ്റ് എക്സസൈസ് അത് ഇൻക്ലൂഡ് ചെയ്യണം. കുട്ടികളുടെ ബോഡിയും മസിൽസും എല്ലാം നല്ല രീതിയിൽ മൂവ് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ ഫിസിക്ക് തന്നെ വളരെ മോശമായി പോകും. ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഫിസിക്ക് തന്നെ മോശമാവും. അവരുടെ മസിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണ്. ആ മസിൽസ് എല്ലാം നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. ഇനിയാകുമ്പോൾ അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, പവർഫുൾ ആയിരിക്കും. അവർ ഈ സ്ലീപ്പി, ഉറക്കം തൂങ്ങിയ പോലെയൊന്നും അവരാകില്ല. നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ, അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂള് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് എപ്പോഴും ഒരു വെൽക്കമിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, വളരെ സന്തോഷം തോന്നുന്നു, സ്കൂളിൽ പോകാൻ ഇഷ്ടം തോന്നുന്നു, ആ രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇനി ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എയിംസ് ആൻഡ് വാല്യൂസ് ആണ് അടുത്തത്. അപ്പോ മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ, അത് ഓരോരോ പോയിന്റ്സ് ആയിട്ട് 6 പോയിന്റുകൾ നമുക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഓരോന്നായിട്ട് ഓരോരുത്തർ വായിച്ചോളൂ കേട്ടോ. മാം, ഞാൻ വായിക്കാം. Aims and values of health education. The following are the main aims and objects of health education in schools. First point, to provide information about health and hygiene. It aims at introducing the pupils and the teachers with the functioning of the body, the rules of health and hygiene, and the preventive measures for warding of disease. It is to be noticed of the pupils how bad habits, unhygienic way of living, additions to smoking and liquor and such unhealthy practices results in wrong consequence, betterment of human relationships, particularly from the standpoint of health. സോ എയിംസ് ആൻഡ് വാല്യൂസ്, അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചും നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സും കുട്ടികളും അവർ നല്ല പോലെ അറിഞ്ഞിരിക്കണം നമ്മളുടെ ബോഡിയുടെ പ്രോപ്പർ ഫങ്ഷനിങ്, ബോഡിയിൽ എന്തൊക്കെ ഫങ്ഷനിങ് നടക്കുന്നുണ്ട് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ടാകും, അല്ലെങ്കിൽ പിക്ചേഴ്സ് കാണും. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അതുപോലെ തന്നെ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ്. വാർഡിങ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെന്റ് ഡിസീസ്, അസുഖങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. ആ ഒരു ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള റൂൾസ്, എങ്ങനെ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാം, അതിന് വേണ്ടുന്ന മെഷേഴ്സ് എന്തെല്ലാം എടുക്കണം. ഇങ്ങനെ ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചുള്ള എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷൻസും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ബാഡ് ഹാബിറ്റ്സ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അൺഹൈജീനിക് വേയിൽ ആണ് കുട്ടികൾ ജീവിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. എങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത്, പിന്നെ സ്മോക്കിംഗ്, ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നത്, സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്,
അതുമൂലമൊക്കെ ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ, അത് അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന റോങ് ആയിട്ടുള്ള കോൺസിക്വൻസസ്, അതിനെ കുറിച്ചൊക്കെ അവയർനെസ് കൊടുക്കുക. അത് നമുക്ക് ഉപദേശം പോലെ കൊടുക്കാൻ പറ്റില്ല അല്ലെ. ഇവരെ പല പല പ്രോഗ്രാമുകളിലൂടെ കൊണ്ടുപോയി പല രീതിയിലുള്ള വീഡിയോസ് കാണിച്ച് പലരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കണ്ട് അങ്ങനെയൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തായിട്ടായിരിക്കും നമുക്ക് ഇവർക്ക് ആ ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ചെറിയ കുട്ടികളോട് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് അതിന്റെയൊക്കെ കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. വലുതാവും തോറും അഡോളസൻസ് ആവുമ്പോൾ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്കും അത് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഹെൽത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്, ഹെൽത്തിന്റെ ഒരു സ്റ്റാൻഡ് പോയിന്റില് നമ്മൾ ആ ഹെൽത്തും ഹൈജീനും നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് ബെറ്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അയാൾക്ക് സൊസൈറ്റിയിൽ അയാളുടെ വാല്യൂ മാറുന്നു, വീട്ടിൽ അയാളുടെ സ്ഥാനം മാറുന്നു. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഇതെല്ലാം ശ്രദ്ധിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നല്ല രീതിയിൽ ഹെൽത്തും ഹൈജീനും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനും നമ്മുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ അൺഹെൽത്തി ആകുന്നു, അസുഖമായി കഴിയുമ്പോൾ വീട്ടിലുള്ളവരും എല്ലാവരും വല്ലാണ്ട് കഷ്ടപ്പെടും. ആ വ്യക്തിയോടുള്ള ബന്ധങ്ങളിലൊക്കെ വ്യത്യാസം വരും. നെക്സ്റ്റ്, അടുത്ത സെക്കൻഡ് പോയിന്റ് ആരാ റീഡ് ചെയ്യാം? ഞാൻ വായിക്കാം. To maintain norms of good food health, it helps the school authorities to keep certain principles of health in school. A number of programs of good health, growth in the pupil, sufficient habits of hygiene, atmosphere such as cleanliness, etc. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണേ. ഹീപ്സ് അല്ല, ഹെൽപ്സ് ആണ്. HELPS. ഒന്നും കൂടി വായിക്കോ മിസ്സേ. ഹെൽപ്സ്, HELPS. അതല്ല, ഇപ്പൊ വായിച്ച പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാൻ പറയോ? വായിക്കൂ. ആരാ? To maintain norms of good food health, it helps the school authorities to keep certain principles of health in school. A number of programs of good health, growth in the pupil, sufficient habits of hygiene, atmosphere such as cleanliness, etc. Okay. So, good food health മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ. നമ്മള് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തില് അറിയാം, പിള്ളേർക്ക് പലതൊന്നും ഇഷ്ടപ്പെടില്ല, നല്ലതൊന്നും. അവർക്ക് ഇച്ചിരി കളർഫുൾ, ഇത്തിരി വേറൊരു ടേസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. പലതും പുറത്തുനിന്ന് കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവും. ചില കളേഴ്സും ചില ഫുഡിന്റെ ലുക്സും അതിന്റെ ടേസ്റ്റും ഒക്കെ അവര് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവും. അപ്പൊ നമ്മള് ഈ നല്ലൊരു ഭക്ഷണ രീതി അത് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. സ്കൂളുകളിൽ ന്യൂ മീൽസ് പ്രൊവൈഡ് ചെയ്യും. ഈ ന്യൂ മീൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നല്ല ഹൈജീനായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. എനിക്ക് പറഞ്ഞില്ല, ഞാൻ പഠിച്ച സ്കൂളില് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. പലപ്പോഴും പോകുമ്പോൾ അവിടുത്തെ കിച്ചണില് ചെല്ലാറുണ്ട് കേട്ടോ. വളരെ നീറ്റ് ഹൈജീൻ ആയിട്ടാണ് ആ കിച്ചൺ സൂക്ഷിച്ചിരിക്കുന്നത്. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു നീറ്റ്നെസ് മനസ്സിലാവും. അത്ര നീറ്റായിട്ട് നല്ലൊരു സ്ഥലം കിച്ചൺ. കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും നല്ല ടേസ്റ്റോട് കൂടി വളരെ നല്ലതാണ് കൊടുക്കുന്നത്. അങ്ങനെ കഞ്ഞി പോലെ നല്ല ചോറും ഒരു കറിയും ഒരു മെഴുക്ക് പുരട്ടിയോ അങ്ങനെ എന്തെങ്കിലും തോരനോ എന്തെങ്കിലും കാണും. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ചെയ്യും. പിന്നെ മാസത്തിൽ ഒരിക്കൽ അവിടെ സ്പെഷ്യലും കൊടുക്കും. അതായത് ചിക്കൻ ബിരിയാണി പോലെ ചിക്കൻ കറി വെച്ചിട്ട് ചോറിന്റെ കൂടെ അങ്ങനെ കൊടുക്കാറുണ്ട്. അത് ആരെങ്കിലൊക്കെ സ്പോൺസർ ചെയ്യും, ചിക്കനൊക്കെ സ്പോൺസർ ചെയ്യും. അങ്ങനെ കുട്ടികൾക്ക് ചിക്കൻ കറി കൂട്ടി ചോറും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ചില സ്കൂളുകൾ നല്ല രീതിയിൽ തന്നെ ന്യൂ മീൽസിന്റെ കാര്യം എടുക്കും. ഇപ്പൊ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് തികയാതെ വരുമ്പോൾ അവർ ടീച്ചേഴ്സ് എല്ലാവരും കൂടി അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കൂടെ ചേർന്ന് കളക്ട് ചെയ്ത് പല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാരണം 8ാം ക്ലാസ് വരെയോ 7ാം ക്ലാസ് വരെയോ 3ാം ക്ലാസ് വരെ എങ്ങാണ്ടല്ലേ ഫുഡുള്ളൂ. പക്ഷെ ഇവര് 10th ക്ലാസ്സിലെ കുട്ടികൾ 8ാം ക്ലാസ് ആണോ? അതെ, 10th വരെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ആ ക്ലാസ്സിലെ കുട്ടികൾക്കും കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ അവരതൊക്കെ കളക്ട് ചെയ്ത് സ്പോൺസേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് 10th വരെയുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ അടുത്തൊരു സ്കൂളിലെ കാര്യം ഇവിടെ അടുത്തുള്ള ഒരു കുട്ടി പറഞ്ഞു തരാനാണ് എനിക്കറിയാവുന്നത്. ഒട്ടും നീറ്റല്ലാന്ന് ഭക്ഷണം, എന്തൊക്കെയോ സ്മെല്ലാണെന്ന്.
ശരിയായ രീതിയിൽ അരി കഴുകാഞ്ഞു. മിസ്സേ എന്റെ മോള് സ്കൂൾ വിട്ട് വന്നിട്ട് പറയും പിന്നെ ചോറിൽ പുഴു ഉണ്ടേനു, പിന്നെ കറി വെള്ളം പോലെയുള്ള കറിയാ, ഒരു ടേസ്റ്റും ഇല്ല എന്നുള്ള. എന്നിട്ട് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പാരന്റ്സ് ആരെങ്കിലും പറയാറുണ്ടോ? എല്ലാ പേരൻസും കംപ്ലൈന്റ് പറയലുണ്ട്, എന്നാലും മാറ്റമൊന്നുമില്ല, ഇപ്പോഴും അത് തുടർന്നു പോകുന്നു. അതെ അല്ലെ. ഓക്കെ, അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ്. അത് കാരണം ഞാൻ എന്നോട് പറഞ്ഞ അവരവരുടെ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു വിടുക, കാരണം ഭയങ്കര മണമൊക്കെയാണെന്നാ പറയുന്നത്. എല്ലാ ഫെസിലിറ്റിയുള്ള നല്ലൊരു വലിയ സ്കൂളാണ്, പക്ഷെ അവിടെ കൊടുക്കുന്ന ന്യൂ മീൽസ് വളരെ മോശമായിട്ട് ന്യൂ മീൽസ് കൊടുക്കും പറഞ്ഞിട്ട്. അതുപോലെ പറയുന്ന പോലെ പാരന്റ്സ് പറഞ്ഞിട്ടൊന്നും വലിയ വ്യത്യാസം നടക്കാത്തതുകൊണ്ടായിരിക്കും. അത് തന്നെ ആ കുട്ടി ലഞ്ച് കൊണ്ടുപോവാണ്, സ്കൂളിൽ നിന്ന് കഴിക്കാറില്ല ഇങ്ങനെ അതിന്റെ അമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ റീജു ഇപ്പൊ കണക്ട് ചെയ്തല്ലോ അങ്ങനെ ഓരോ കാര്യങ്ങൾ, അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് സ്കൂളുകാരത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഗുഡ് ഹെൽത്ത്, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. നല്ലൊരു അവര് ഹൈജീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ഹൈജീൻ ഫുഡും ക്ലെൻലിനെസ്സും അതിനെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും അവരുടെ ഹാബിറ്റ്സിലേക്ക് അവരത് ഒരു റിഫ്ലക്ഷൻ വരാനും ശ്രദ്ധിക്കണം. പക്ഷെ മിസ്, കുട്ടികൾ ടീച്ചേഴ്സിനോട് കംപ്ലൈന്റ് പറയുന്നത് തന്നെ അത് ശരിയാവേണ്ടിട്ടു, അവർക്ക് അല്ലാണ്ട് ഫുഡ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ എത്രയും കുട്ടിയൊക്കെ ആക്കുന്ന, എന്നാലും എല്ലാ സ്കൂളും അതുപോലെ തന്നെയല്ലേ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത്. പക്ഷേല് ഈ 5ാം ക്ലാസ് മുതലേ അവളെപ്പോഴും പറയും, ഞാൻ പറയും സാരമില്ല, എല്ലാ കുട്ടികളും ആ ഫുഡ് തന്നെയല്ലേ കഴിക്കുന്നത്, നീയും അങ്ങ് കഴിച്ചോന്നെല്ലാം ചില സമയം പറയും. ആക്കി കൊടുക്കാൻ പറ്റലില്ല, തിരക്ക്, ചെറിയ ബേബി ഉള്ളതുകൊണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ പിന്നെ 10ാം ക്ലാസ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പറയാൻ പറ്റിയ എന്തായാലും പറയണം. ടീച്ചേഴ്സ് കുട്ടികൾ പറയുന്നത് ഗൗരവത്തിൽ എടുക്കണ്ടേ, എന്നിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുമല്ലേ വേണ്ടുള്ളൂ. ഇവിടെ മാറ്റം കേട്ടോ, ഇവിടുത്തെ സ്കൂളിലൊക്കെ നല്ല ഹൈജീനിക് ആണ്. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ അവിടെ തന്നെ കഴിക്കുന്നത്, കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ടീച്ചേഴ്സും കഴിക്കുന്നത്. നമ്മൾ പഠിച്ച അന്നൊക്കെ പുഴുവും കല്ലും ഇതൊക്കെ. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ സാമ്പാർ. പറയും സ്കൂളത്തെ സാമ്പാറൊക്കെ രസം എന്നാ പറയാ. ശരി, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയും പയറും, അല്ലെങ്കിൽ പിന്നെ പയർ മാറ്റി കടലയാക്കി, ഇത്രയും മാറ്റങ്ങളൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തേ കണ്ടിട്ടുള്ളൂ. കഞ്ഞി തന്നെയായിരുന്നു. ഇപ്പത്തെ പാത്രങ്ങളൊക്കെ ഗ്യാസ് ആയതുകൊണ്ട് പാത്രമൊക്കെ ഞാൻ പറഞ്ഞ നല്ല, പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന അന്നൊക്കെ വിറകായിട്ട് പാത്രമൊക്കെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണത് ഇവിടെയൊക്കെ. ഞാന് കുവൈത്തിലുണ്ടായിരുന്നു പിന്നെ ഒരു 5-8 വർഷം. അപ്പം ബേബി സിറ്റിംഗ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടേനു. അപ്പൊ 25 കുട്ടികൾ എപ്പോഴും എൻ്റെ അടുത്തുണ്ടേനു. അവർക്ക് ഫുഡ് ഞാനാ ഉണ്ടാക്കി കൊടുക്കല്. അപ്പം അവര് വീട്ടിൽ പോയിട്ട് പറയും, എനിക്ക് വീട്ടിലത്തെ ഫുഡ് വേണ്ട, എനിക്ക് പിന്നെ ആന്റി ഉണ്ടാക്കുന്ന ഫുഡ് മതി. ആന്റിയുടെ കറികൾ നല്ല ടേസ്റ്റാ. ഞാൻ രാവിലെ എണീച്ചിട്ട് ഫസ്റ്റ് തന്നെ ഫുഡ് ആക്കി വെക്കും. പിന്നെ അവരെ നോക്കുന്നതിന്റെ ഇടയിൽ കറിയെല്ലാം അന്നേരം ആക്കും, ചൂടോടെയുള്ള കറി. ഒരു വറവും ഒരു ചോറും പിന്നെ സാമ്പാർ, അങ്ങനെ ഓരോരോ തരം കറികൾ ഉണ്ടാക്കും. പക്ഷെ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണുമ്പോ കുറേയൊന്നും കഴിക്കില്ല. അതെ, പക്ഷെ അത്രയും കുട്ടികൾക്ക് കൊടുക്കണം. ഞാൻ എല്ലാ മക്കൾക്കും എപ്പോഴും വട്ടത്തിൽ ഇരുത്തിയിട്ട് ഓരോ മക്കൾക്കും ഇങ്ങനെ എല്ലാരും ചോറ് വിളമ്പി വെച്ചിട്ട് ഓരോരുത്തർക്കും സ്പൂൺ ഇട്ട് വെക്കും. എന്നിട്ട് ഒരാളത് കൊടുത്ത് ഇപ്പുറത്ത് വട്ടം തിരിഞ്ഞെത്തുമ്പോഴത്തേക്ക് അവര് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല രസമായിരുന്നു. തിരിച്ചു വന്നേ കൊറോണന്റെ ടൈം ആയപ്പോ ആകെ പണി കിട്ടി, അപ്പൊ ഇങ്ങോട്ടേക്ക് പോന്നു. പിന്നെ പോയിട്ടില്ല, പോവാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ പോയിട്ട് വരും, ഒരു മാസം 2 മാസം എല്ലാം ആയിട്ട്. ഇനിയിപ്പോ സ്കൂൾ കൂട്ടിയാ പോകും. ഹസ്ബൻഡ് അവിടെയാണോ? ഹസ്ബൻഡ് എവിടെയാ. അതെല്ലാരും ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്ക ബാച്ചിലും ഇതുപോലെ കുട്ടികൾ പറയുന്നുണ്ട്, അവര് പുറത്തുള്ളവര് വീട്ടിലിങ്ങനെ ചെറിയ ഡേ കെയർ പോലെ അങ്ങനെ ഒരു കുട്ടികൾ കുറെ ആയിട്ട് കാണാറുണ്ടെന്ന്. ഫുഡിന്റെ കാര്യം ഇപ്പൊ ആദ്യം ഒരാൾ പറയണത് കേൾക്കുന്നത്, അവര് കൊടുത്തു വിട്ടിട്ടുണ്ടാവുള്ളായിരിക്കും. അത് അവര് കൊടുത്തു വിടും, പക്ഷെ എന്നാലും എനക്ക് അവര് തണിഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് എനക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ നല്ല ചൂടുള്ള കറിയും ചോറും ആക്കുമ്പോ എന്റെ കറി ഒഴിച്ചു കൊടുക്കും, അവരെ കറി ഞാൻ എടുക്കലില്ല. അപ്പൊ അവര് പിന്നെ എന്റെ ഭക്ഷണം തന്നെ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏന്റി ഉണ്ടാക്കുന്ന ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അത് വേറെ ഒരു ഫീലാ. കുട്ടികൾ അങ്ങനെ പറയുമ്പോ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും ആക്കി കൊടുക്കാൻ.
ഓക്കെ, വെരി ഗുഡ്. നമ്പർ ഓഫ് പ്രോഗ്രാംസ് ഫുഡ് ഹെൽത്തിന്റെ ഈയിടെ എന്താ പറയാ വേൾഡ് ഫുഡ് ഡേ ആയിരുന്നല്ലോ. പല സ്കൂളുകളും പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തു, ഫുഡ് ഫെസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ. ഇവിടെ മോന്റെയൊക്കെ സ്കൂളില് അവര് പൊതിച്ചോറ് വീട്ടിൽ നിന്ന് എല്ലാവരും പറ്റുന്നവര്, നിർബന്ധമൊന്നും പറഞ്ഞില്ല, പൊതിച്ചോറ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഈ കെയർ ഹോംസ് ഒക്കെ ഉണ്ടല്ലോ, പ്രായമായ ആൾക്കാരും മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന കെയർ ഹോംസിൽ കൊണ്ടുപോയി ഇവര് തന്നെ കൊടുത്ത് ഇവര് തന്നെ ഓപ്പൺ ചെയ്ത് അവർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. പിന്നെ ഇവര് പലതര പ്രോഗ്രാംസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, പാട്ടുപാടും ഡാൻസ് ചെയ്യും, അവിടെയുള്ള ഒരു പാട്ടുപാടും ഡാൻസ് ചെയ്യും, അങ്ങനെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് അങ്ങനെ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പൊ ഓരോ സ്കൂളുകളും അവരുടെ രീതിക്ക്, പലയിടത്തും ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു കൂടുതൽ നടന്നത്. പിന്നെ ചില സമയത്ത് ചില ക്ലാസ്സുകളിൽ ഇങ്ങനെ നാച്ചുറൽ ഫുഡിന്റെ ഫെസ്റ്റ്, അങ്ങനെ ആ രീതിയിലൊക്കെ വരാറുണ്ടല്ലോ. നമുക്ക് പഴയ പല ഫുഡ് ഐറ്റംസ്, അത് പലഹാരങ്ങളാണെങ്കിലും ഇപ്പൊ കൊഴുക്കട്ട, അങ്ങനെ അട, ഇലയിലുള്ള അട, അങ്ങനെയൊക്കെ ട്രഡീഷണൽ രീതിയിലുള്ള നമ്മളുടെ കുറെ ഭക്ഷണ സാധനങ്ങൾ ആവിയിൽ ഉണ്ടാക്കിയത് മിക്കതും അങ്ങനെയൊക്കെ ആയിട്ട് ചില ഫുഡ് ഫെസ്റ്റ് ഒക്കെ പലരും നടത്തുന്നുണ്ടായി. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ വായിക്കുമ്പോ ലാസ്റ്റ് ആ സെന്റൻസ് എൻഡ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്. അത് ഫയൽസ് അല്ല, ഫ്ലൈസ്, FLIES, ഈച്ച എന്നുള്ള മീനിങ് വരുന്നത്. ഇനി വായിച്ചു. ഞാൻ വായിക്കാം മാം. To make practical and preventive measure, its aims is to take good precautions against pollution and spread of disease. So good hygiene arrangements are made, urinals and toilets are kept clean, sweeping is done daily, and the rooms and the furniture are kept neat and tidy. The edibles in the tuck shop are saved from flies. ഓക്കെ, ടു മേക്ക് പ്രിക്കോഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്, അതായത് നമ്മൾ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട്, വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും അല്ലെ. അങ്ങനെയുള്ള പ്രിക്കോഷണറി, നമ്മളുടെ ഒരു ഗാർഡ്, സേഫ് ഗാർഡ് നമ്മളെപ്പോഴും സേഫ് ആക്കി, നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ ലൗഡ് വൺസ്, സ്കൂളാണെങ്കിൽ സ്കൂളിലെ കുട്ടികൾ, അങ്ങനെ നമുക്ക് എത്തപ്പെടാൻ പറ്റുന്നവരിലുള്ള എല്ലാ ആൾക്കാരെയും സേഫ് ആക്കുക. അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ്. നമുക്ക് അറിയാം, പൊല്യൂഷൻ വളരെ പൊല്യൂട്ടഡ് ആണ്, എയർ, വാട്ടർ ഒക്കെ പൊല്യൂട്ടഡ് ആണ്. അപ്പൊ അതിനെ പൊല്യൂഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷൻസ് എടുക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡിസീസ് സ്പ്രെഡ് ആവുന്നത് കുറയും. അത് സ്പ്രെഡ് ആവുന്നത് തടയാനും കുറയ്ക്കാനും പറ്റും. നല്ല ഹൈജീൻ അറേഞ്ച്മെന്റ്സ് വേണം, വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പബ്ലിക് പ്ലേസസിലാണെങ്കിലും. യൂറിനൽസ് ആൻഡ് ടോയ്ലറ്റ്സ്, കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന വാഷ്റൂം, അതെല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം, ദിവസവും അത് തുടച്ച് വൃത്തിയാക്കി അതെല്ലാം കാര്യങ്ങൾ ചെയ്യണം. പിന്നെ റൂംസും ഫർണിച്ചറും ഡസ്റ്റ് വന്ന് ഡെപ്പോസിറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതെല്ലാം നല്ല തുടച്ച് നീറ്റാക്കി വെക്കണം. എഡിബിൾസ് ഇൻ ദ ടെക് ഷോപ്പ് ആർ സേവ്ഡ് ഫ്രം ഫ്ലൈസ്. എഡിബിൾസ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യമായത്, കഴിക്കാൻ പറ്റുന്നത്. ടെക് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡി സ്റ്റോർ ആണ്. നമ്മുടെ സ്കൂളുകളിൽ, എല്ലാ സ്കൂളുകളിലും ഇല്ല, എന്നാലും മിക്ക സ്കൂളുകളിലും ചെറിയൊരു ക്യാൻഡി സ്റ്റോർ പോലെ ഉണ്ടാവും. അവിടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ്, സ്വീറ്റ്സ്, ചെറിയ ജ്യൂസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. ചായ പോലെ ചെറിയ രീതിയിലുള്ളത്. അപ്പം സാധാരണ രീതിയിൽ മധുരമുള്ള സാധനങ്ങളൊക്കെ നിറയെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ കണ്ണാടി ഭരണിയിലോ അങ്ങനെ അല്ലെങ്കിൽ അതുപോലെ ഷെൽഫുകളിലോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. പറയുന്നത് അങ്ങനെ ഉള്ള എഡിബിൾസ് ടക്ക് ഷോപ്പിൽ അല്ലെങ്കിൽ ക്യാൻഡി സ്റ്റോറിലെ എഡിബിൾസ് ഈച്ച കടക്കാത്ത രീതിയിൽ നമ്മൾ സേഫ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ഈച്ചയാണ് ഒരു വലിയൊരു അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വാഹക എന്ന് പറയാം അല്ലെ. സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരാളാണ് ഈച്ച. എന്തിലും പോയിരിക്കും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. അതാണ് അതിന്റെ ഒരു പ്രിവെന്റീവ് പ്രിക്കോഷൻസ്. ഭക്ഷണം നല്ലപോലെ ഹൈജീനായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് അടച്ചു വെക്കണം. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇത് അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു കരുതലാണ്. ഇനി അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ്, മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് അതാണ്. ഓക്കെ, ഫോർത്ത് വൺ. ഞാൻ വായിക്കാം. To take curative measures, corrective action against disease is also taken. A medical checkup is made and deformities, injuries and disease are detected and remedial measures are suggested. A good number of people suffer from myopia
An eye examination discovers the extent of short-sightedness. If glasses are not used in time, myopia will increase rapidly. Some pupils have a poor quality teeth. If they suffer from pyorrhea, immediate medical treatment is needed. ഓക്കെ, ഇനി എന്തെങ്കിലും അസുഖങ്ങൾ വന്നു പോയാലോ എത്രയും പെട്ടെന്ന് നമ്മൾ അതിന്റെ റെമഡി, ക്യൂറേറ്റീവ് മെഷേഴ്സ്, അതിനെ ഹീല് ചെയ്യാനുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു റെമഡി എടുക്കണം അല്ലെ. അപ്പം ഓരോ അസുഖങ്ങൾ വരുമ്പോൾ അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. സ്വയം ചികിത്സയല്ല വേണ്ടത്, കറക്റ്റീവ് ആക്ഷൻസ്. പിന്നെ സ്കൂളുകളിലൊക്കെ ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം മോന്റെ സ്കൂളിൽ ഞാൻ മീറ്റിംഗിൽ പറഞ്ഞു, ഐ ചെക്കപ്പും ഓറൽ ചെക്കപ്പും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കുട്ടികളെ പെട്ടെന്ന് ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കണ്ണിനും അതുപോലെ തന്നെ പല്ലിനും. ഐ ചെക്കപ്പ് ഉണ്ട് മാം, ഇപ്പൊ സ്കൂളുകളിൽ ഐ ചെക്കപ്പ് ഉണ്ട്. നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ മിക്ക കുട്ടികൾക്ക് ഷോർട്ട് സൈറ്റിന്റെ പ്രശ്നമുണ്ടല്ലേ. കൂടുതലും കുട്ടികൾക്ക് മയോപ്പിയ, ഷോർട്ട് സൈറ്റിന്റെ പ്രോബ്ലം കാണാറുണ്ട്. എന്നുവെച്ചാൽ ദൂരെയുള്ളത് ഭയങ്കര ബ്ലേർഡ് ആയിട്ട് ഒട്ടും ക്ലിയർ അല്ലാത്ത രീതിയിൽ കാണും, അടുത്തുള്ളത് ആയിട്ട് കാണും, ദൂരെയുള്ളത്. അതായത് ഷോർട്ട് സൈറ്റിന്റെ പ്രശ്നമുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ അതിന്റെ അടുത്ത് പോയി നോക്കി നിൽക്കണം. ടി വി ഒക്കെ കാണാനായിട്ട് പോകുമ്പോൾ കുട്ടികൾ അതിന്റെ മുന്നിൽ പോയി നിൽക്കുന്നത് കാണില്ലേ, നമ്മൾ എന്റെ വഴക്ക് പറഞ്ഞ് അവരെ ഒരു ഭാഗത്തുകൊണ്ടിരുത്തും, അവർ വീണ്ടും ഒരു സ്ട്രിങ് വെച്ച പോലെ, കാന്തം പോലെ ഈ ടിവിയുടെ മുന്നിൽ കയറി ഇങ്ങനെ നോക്കി നിൽക്കും. ഈ ഒരു പ്രോബ്ലം ഉണ്ട്. എന്റെ മോളും അങ്ങനെയായിരുന്നു ചെറുപ്പത്തില്. അത് ടി വി കാണുന്നത് നേരെ ടിവിയുടെ മുന്നിൽ പോയി നിന്ന്, നമ്മളൊരു ദൂരം വെച്ചിട്ടൊന്ന് ഇരുത്തിയാലും അത് അവിടെ ഇരിക്കുമ്പോൾ അവള് നോക്കില്ല. കുറച്ചു നേരം നമ്മൾ ഇരുത്തിയത് കാരണം നോക്കും. പിന്നെ അത് ഈ കുട്ടി LKG ചേർന്നപ്പോ ഇവൾക്ക് ഹൈറ്റ് ഉള്ളത് കാരണം ടീച്ചർ എപ്പോഴും പുറകിലായിരിക്കുന്നത്. അപ്പോ കാരണം മുന്നിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോ തന്നെയും ഇവളെ കാരണം ബോർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞ കുട്ടികൾ പറയും. അതല്ല, ശരിക്കും ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യം എന്താണെന്ന് വെച്ചാല് നോട്ട്ബുക്കിൽ എഴുതുന്ന മുഴുവനും മിസ്റ്റേക്കാ. പക്ഷെ കുട്ടിയെ പറയിപ്പിക്കുമ്പോ എല്ലാം അറിയാം. എഴുതി വെക്കുന്നത്, ബോഡിയിൽ നിന്ന് എഴുതിയെടുക്കുന്നത് കംപ്ലീറ്റ് മിസ്റ്റേക്ക് ആണ്. അങ്ങനെ ഞാനൊന്ന് ഐ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് അവൾക്ക് ബൈ ബർത്ത് കണ്ണിന് പ്രശ്നമുണ്ട്. അസ്റ്റിഗ്മാറ്റിസ് എന്ന് പറയും. ഫോക്കസ് ആവില്ല. നമ്മളൊരു ഒബ്ജക്റ്റ് കാണുമ്പോൾ കറക്റ്റ് നമ്മളുടെ ഫോക്കൽ ലെങ്ത്തിൽ വന്ന് അത് കറക്റ്റ് ഫോക്കസ് ആവുമ്പോഴാണ് അതിന്റെ ഫുൾ ഇമേജ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നേരോ. ഇവൾക്ക് ആ ഫോക്കസിങ് കറക്റ്റ് അല്ല, അതായിരുന്നു ഇവളുടെ പ്രശ്നം. അതുകൊണ്ടാണ് കുട്ടി നേരെ മുന്നിൽ പോയി നോക്കുന്നതും ഈ ടിവിയുടെ സംഭവം പറഞ്ഞതേ അതിന് കാണുന്നില്ല ദൂരെയുള്ള സംഭവങ്ങൾ. പിന്നെ അന്ന് തുടങ്ങിയിട്ട് സ്പെക്സ് വെക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞത് കുളിക്കുമ്പോഴും, അതായത് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമേ മാറ്റാൻ പാടുള്ളൂ, അല്ലാത്ത മുഴുവൻ സമയവും സ്പെക്സ് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ മോളുടെ കണ്ണിന്റെ പ്രശ്നം പറഞ്ഞില്ലേ, എന്റെ മോന്റേത് അതുപോലെ. അവന് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, അവൻ ഒരുവിധം എല്ലാം നല്ലോണം പഠിക്കുന്നതാണ്. അങ്ങനെ ഇപ്രാവശ്യം കാക്കൊല്ല പരീക്ഷക്ക് പിന്നെ അല്ല ക്ലാസ് പരീക്ഷ കഴിയില്ല, കാക്കൊല്ല പരീക്ഷക്ക് മുന്നേ. അപ്പൊ മാർക്ക് കുറവ്. ഞാൻ പറഞ്ഞ് മാഷെ പിന്നെ അവന് കേൾവിന്റെ ഒരു പ്രശ്നം വന്നിന്. എങ്ങനെയാ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നീന്താനും ജൂണിലെല്ലാം കുളത്തിലെല്ലാം വെള്ളം പൊന്തുമല്ലോ. അങ്ങനെ കുളിക്കാൻ പോയപ്പോ ചെവിയിൽ വെള്ളം കടന്നതിന് ശേഷം അവന്റെ കേൾവിക്ക് പ്രശ്നം വന്നു. അപ്പൊ ഇവനെ ഇത് മിസ് പറഞ്ഞ പോലെ ഹൈറ്റ് ഉണ്ട്, മിസ്സിന്റെ മോന് ഹൈറ്റ് എന്ന് പറഞ്ഞ പോലെ അതാ പറയാ, മോന് ഹൈറ്റ് ഉണ്ട്. അപ്പൊ ബാക്ക് ബെഞ്ചിൽ അവനെ ഇരുത്തിയത്. അപ്പൊ ഈ ക്ലാസ് എടുക്കുന്നേരം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവനക്ക് ഇത് ക്ലിയർ ആകുന്നില്ല, മാഷ് പറയുന്നത്. എന്നാ അവനത് പറയണ്ടേ മാഷിനോട്. അങ്ങനെ മാർക്ക് കുറഞ്ഞത് ഞാൻ പറഞ്ഞു, ഇല്ല മാഷെ അവൻ നല്ലോണം പഠിക്കുന്നതാ, ഇങ്ങനെ മാർക്ക് കുറയാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെ ഡോക്ടറെ കാണിച്ചാല് ഡോക്ടർ പറഞ്ഞു അത് ചെവിയിൽ ഇങ്ങനെ പിന്നെ വെള്ളം കയറിയിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുള്ള. അപ്പൊ നമ്മൾ കുട്ടികളെ ചെവിയും കണ്ണും മെയിനായിട്ട് നമ്മള് കേൾവിൻ്റെതും കൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാം. അതുപോലെ തന്നെ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെട്ടാ. അപ്പോൾ 5ാം ക്ലാസ്സിലെ ഒരു കുട്ടി, അവള് അത്യാവശ്യം ഞാൻ ഇവിടെ ചോദിക്കുമ്പോഴൊക്കെ നന്നായിട്ട് പറയാം, റെസ്പോൺസ് ചെയ്യുന്നതായി പറയുന്നുണ്ട്. പക്ഷെ നോട്ട് നോക്കി കഴിഞ്ഞാൽ മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ബോർഡിൽ ടീച്ചേഴ്സ് എഴുതി തരുന്നില്ലേ? അപ്പൊ ടീച്ചർമാർ ഇത് തന്നെയാ എഴുതണം, ഇത് തന്നെ എഴുതണം. ഇതല്ല സ്പെല്ലിംഗ് കറക്റ്റ് അല്ലല്ല, ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, അത്യാവശ്യം നന്നായിട്ട് പറയും, പക്ഷെ നോട്ട് വെക്കുമ്പോൾ മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ ബോർഡിൽ അങ്ങനെയാണ് അങ്ങനെ പറയാറുണ്ട്. അതിന് അവിടെ ആ ഒരു സ്കൂളിൽ തന്നെ ഇങ്ങനെ ഐയുടെ തന്നെ ഇങ്ങനെ ഈ ചെക്കപ്പ് നടത്തി എല്ലാ കുട്ടികൾക്കും തന്നെ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ചെയ്തപ്പോഴാണ് കണ്ടുപിടിച്ചത്, സ്കൂളുകാർ കണ്ടുപിടിച്ചു. അതായത്
അവൾക്ക് അതിന്റെ പ്രശ്നത്തെ ഷോർട്ട് സൈറ്റ് പോലെ തന്നെ മയോപ്പിയ പോലെ തന്നെ ദൂരമുള്ളത് ബോർഡിൽ ഇപ്പൊ അവള് റൊട്ടേഷൻ ചെയ്യുമല്ലോ. അപ്പൊ ഒരാഴ്ചയിൽ ഒരു ഫസ്റ്റ് ബെഞ്ച്, പിന്നെ സെക്കൻഡ് ബെഞ്ച്, തേർഡ് ബെഞ്ച്, ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ മൊത്തം തെറ്റിയിരിക്കും. ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഏത് ബെഞ്ചിൽ ഞാൻ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്നപ്പോ കറക്റ്റ്. അപ്പൊ വീട്ടുകാർക്കൊന്നും മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു, വീട്ടുകാരോട് പറഞ്ഞു, അതായത് ഇവൾക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് മാർക്ക് പറയണത്. ഇപ്പൊ എല്ലാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ മാർക്ക് അരമാർക്ക് വെച്ച് അവർ കുറയ്ക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, മോൾ പഠിച്ചു പോയതാണ്, നോക്കിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനാണ് ഇപ്പൊ ഇത്രയും മാർക്ക് പോയത്. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ അവൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് മനസ്സിലായി ആ പ്രശ്നമാണ്. അപ്പൊ അവള് സ്പെക്സ് വെച്ച് ഇപ്പൊ ശരിയായി, ഇപ്പൊ എല്ലാം കറക്റ്റ് ആയി. അപ്പൊ ഈ ഫസ്റ്റ് ഇതിൽ 5ാം ക്ലാസ്സിലാണ്. ഇപ്പൊ 4ലൊക്കെ കുഴപ്പമില്ല. 5ാം ക്ലാസ്സിൽ തുടങ്ങുന്ന മൊത്തം സ്പെല്ലിംഗ് അവർ നന്നായി നോക്കും, കറക്ഷൻ ചെയ്തിട്ട് തന്നെ മാർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ അവൾക്ക് മാർക്ക് കിട്ടി തുടങ്ങി. സ്പെക്സ് ഒക്കെ വെച്ച് ആൾക്ക് നന്നായി പഠിച്ചു തുടങ്ങി. ഇപ്പൊ ടീച്ചർ ഈ മോളുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർത്തപ്പോ ജസ്റ്റ് പറഞ്ഞുള്ളൂ കേട്ടോ മാം. ഓക്കെ ഓക്കെ. എന്നിട്ട് ഇവള് +2 ഒക്കെ ചേർന്നപ്പോഴേക്കും അതിന് മുമ്പേ തന്നെ ഒരു 7ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേ തന്നെ ആൾക്ക് ഇഷ്ടമല്ല, സ്പെക്സ് വെക്കണതേ ഇഷ്ടമല്ല. അപ്പം എങ്ങനെയെങ്കിലും ഇത് മാറ്റണം. അപ്പൊ കോണ്ടാക്ട് ലെൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ആദ്യം സമ്മതിച്ചില്ല, ഈ പ്രായത്തില് വെക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇതിന് ഭയങ്കര ഇത്. അങ്ങനെ +2 ആയപ്പോഴേക്കും കോണ്ടാക്ട് ലെൻസ് വെക്കണം എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ലെൻസ് വെച്ചു. അത് കഴിഞ്ഞിട്ട് 18 വയസ്സ് കഴിഞ്ഞപ്പോ, അവർക്ക് 18 വയസ്സ് കഴിഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞപ്പോ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തു. അങ്ങനെ ഇപ്പൊ വിഷൻ ക്ലിയർ ആണ്, സ്പെക്സ് ഇല്ല. പക്ഷെ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് ചിലര് നല്ലതും പറയുന്നുണ്ട്, മോശവും പറയുന്നുണ്ട്. 10-40 അല്ല മാം, അത് എന്താണെന്നറിയോ, പിന്നീട് നമുക്ക് കാഴ്ചക്ക് പിന്നീട് പ്രശ്നം വന്നാൽ ഈ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് കാരണം അത് അത്രയും ഈ കണ്ണിന്റെ ഭാഗം ചൊരണ്ടിട്ടാണ് അവരാ ചെയ്യണത്. അപ്പൊ അത്രയ്ക്കും തിന്നായിട്ടുണ്ടാവും നമുക്കത്. പിന്നീട് ഇത് എന്റെ അമ്മായിയുടെ 2 മക്കളും ചെയ്തിട്ടുണ്ട്. അവര് ചെറുതിലെ ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സോഡ ഗ്ലാസ് ആയിരുന്നു അവരുടെ ഗ്ലാസ്. 2 അവര് 2 ഇതേപോലെ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷെ പിന്നീട് ഒരിക്കലും ഇപ്പൊ വർഷം ഒരു 10-15 കൊല്ലത്തിന് മേലെയായി, 15-20 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ചെയ്തിട്ട്. അത്രയും ചെറുതാകുമ്പോ ചെയ്തതാണ്. പക്ഷെ പിന്നീട് കാഴ്ചക്കുറവാണ് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ലേസറിന്റെ ഒരു പ്രശ്നം. അത് ഇവള് +2 കഴിഞ്ഞ് എടുത്ത കോഴ്സിന് വിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് കാരണം അവൾക്ക് സ്പെക്സ് എങ്ങനെയെങ്കിലും മാറ്റി വിഷൻ ക്ലിയർ ആക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ലേസർ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ചിലര് പറഞ്ഞു 40 വയസ്സ് കഴിയുമ്പോ നമുക്ക് എന്തായാലും വെള്ളത്തിന്റെ പ്രശ്നം വരും, സ്പെക്സ് വെച്ചേ പറ്റൂ എല്ലാരും. ഇപ്പൊ എനിക്കൊക്കെ തന്നെ ഉണ്ടത്. അപ്പൊ അങ്ങനെ സ്പെക്സ് വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്തായാലും അതിന്റെ പ്ലസും മൈനസും ആൾക്ക് നല്ലപോലെ അറിയാം. എന്തായാലും ഇപ്പൊ ലേസർ ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് സ്പെക്സ് ഒന്നും ഇല്ലാണ്ട് നടക്കും. മാം പറഞ്ഞ അതേ പ്രോബ്ലം എന്റെ മൂത്ത മകനുണ്ട്. അപ്പൊ മൂത്ത മകനുള്ളതുകൊണ്ട് മോക്കും അത് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തപ്പോൾ മോക്കും ചെറിയ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ മോക്ക് ഇപ്പൊ 2 വയസ്സേ ഉള്ളൂ. 3 വയസ്സായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്താലേ എത്ര പവർ എന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ 3 വയസ്സിലെ കറക്റ്റ് ആയിട്ട് നമ്മള് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സ്പെക്സ് വെക്കേണ്ടി വരുമോ? ട്രീറ്റ്മെന്റ് ഉദ്ദേശിച്ച എന്ത് ട്രീറ്റ്മെന്റാ? ഡോക്ടർ പറഞ്ഞത് വിഷൻ തെറാപ്പി ഒക്കെ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുമെന്നാ പറയുന്നത്. നമ്മൾ 3 വയസ്സാകുമ്പോഴേ നമ്മുടെ കാഴ്ച, കേൾവി ഇതെല്ലാം കുട്ടികൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. മോനിക്ക് പക്ഷെ 6 വയസ്സായിട്ട് ഇതുപോലെ തന്നെയാണ്. ഞാനിങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ്. അപ്പോൾ 6 വയസ്സായില്ല, ഇപ്പൊ 3 വർഷം കൂടെ അധികമായോണ്ടാണ് ഒത്തിരി പവർ കുറവാണ്. അവര് ചില എക്സസൈസുകളൊക്കെ തരും തോന്നുന്നു. അതെ, മോനിപ്പം ഗ്ലാസ് വെച്ചാലും വിഷൻ തെറാപ്പിയും കൂടെ ചെയ്താലേ കുറച്ചും കൂടെ ക്ലിയർ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ബിസ്മി പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പിന്നെ 2ാമത് മോനാണ് ഉണ്ടായത്. അപ്പൊ എനിക്കതൊരു കൺസേൺ ആയി. ഇവൾക്ക് ഇത് ജനറ്റിക് ആണെങ്കിൽ ഇവനും ഇതുണ്ടോ എന്നൊരു സംശയം തോന്നി. അങ്ങനെ നമ്മള് പോയിട്ട് ചെക്ക് ചെയ്തു. പക്ഷെ ഇവന് പ്രോബ്ലം ഇല്ല. അതേപോലെ ഏതൊരു ഇത് കൊടുക്കുന്നില്ലേ നമുക്ക്, വൈറ്റമിൻ എന്റെ സിറപ്പ് കൊടുക്കുന്നില്ലേ ജനിച്ച കുട്ടികൾക്ക് കണ്ണിന് പ്രശ്നം വരാതിരിക്കാന്? അപ്പൊ അങ്ങനെ അത് കൊടുത്തിട്ടില്ലേ? ഇപ്പൊ പറഞ്ഞ ആരാ ജിഷ അല്ല കൊടുത്തിട്ടുണ്ട്. 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഇത് ജന്മന ചില കുട്ടികൾക്ക് വരും. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് കുട്ടികളൊന്നും ഔട്ട്ഡോർ ആയിട്ട് ഗെയിം ഒന്നും ഇല്ലല്ലോ, എല്ലാം ഇൻഡോർ അല്ലേ. അതും കൂടെയൊക്കെ നമ്മുടെ കാഴ്ചയെ അഫക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പൊ മൂത്ത കുട്ടിക്കുണ്ടെങ്കിൽ 2ാമത്തെ കുട്ടിക്കും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണെന്നും പറഞ്ഞാണ് ചെക്ക് ചെയ്തത്. അപ്പൊ മോക്കും കാണിക്കുന്നുണ്ട്.
പിന്നെ പ്രഗ്നൻസി ടൈം അല്ല ഈ മുരിങ്ങയില വറവല്ലോ അല്ലെ അങ്ങനെയെല്ലാം കഴിക്കാൻ പറയുന്ന കേൾക്കാം കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞാൻ അയൺ കഴിക്കുമായിരുന്നു. പിന്നെ ക്യാരറ്റ്, നെല്ലിക്ക അതുപോലെയൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ രണ്ടിലും കഴിക്കുമായിരുന്നു. പക്ഷെ എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നു. അത് പാരന്റ്സിനുണ്ടെങ്കിലും വരുമെന്ന് പറയും. ഹസ്ബൻഡിനും ചെറിയ കാഴ്ച പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടിട്ടായിരിക്കാം. ഇത് ഹെറിഡിറ്റി നമുക്ക് അങ്ങനെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അങ്ങനെ ഡോക്ടർ ഞങ്ങളോട് അങ്ങനെയാ പറഞ്ഞത്, ഹെറിഡിറ്റി ആണ്, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കാണും. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എന്റെ ബ്രദർ ഉണ്ടായിരുന്നു മോളുടെ അതേ പ്രോബ്ലം. അപ്പൊ അവന്റെ കഴിഞ്ഞപ്പോ പിന്നെ മോൾക്കാണ് ഉണ്ടായത്. പക്ഷെ മോന് നോക്കിയപ്പോ അവന് പ്രശ്നമില്ല. അവന് 4 വയസ്സ് തുടങ്ങി പലതവണ പല ഏജിലും ഈ ചെക്കപ്പ് നടത്തി നോക്കി, അങ്ങനെ വിഷന് പ്രോബ്ലം കണ്ടില്ല. അതാണ് എന്റെ ഫാമിലിയിലും അങ്ങനെയാണ്. അച്ഛനും അമ്മയും അനിയനും ഒക്കെ സ്പെക്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താ പറ്റി പറഞ്ഞ അലർജിക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. ഈ പൊടി കാറ്റ് തട്ടാൻ പാടില്ല, പൊടി നമ്മളിപ്പോ തട്ട് അടിക്കൊക്കെ ചെയ്യുമ്പോൾ പൊടി ഉണ്ടാവില്ലേ, ഡസ്റ്റ് അലർജി ആയിട്ട് ഞാൻ ഇങ്ങനെ കണ്ണ് ചൊറിഞ്ഞിട്ട് റെഡ് കളറായി. ലാസ്റ്റ് ഈ വൈറ്റ് കളർ ഉണ്ടാവുമല്ലോ നമ്മുടെ കൃഷ്ണമണിന്റെ ചുറ്റുള്ള വൈറ്റ്, അതിന്റെ പാടങ്ങോട്ട് നീങ്ങി. എന്റെ പാടം നീങ്ങിയിട്ട് അവിടെ ഈ ലൈറ്റ് അടിച്ച ടോർച്ചൊക്കെ നമ്മുടെ കണ്ണിക്ക് അടിച്ചൊരു ലൈറ്റ് ഒരു വെളിച്ചം കാണില്ലേ, അതുപോലെ ഒരു വെള്ള വെളിച്ചം കാണാൻ തുടങ്ങി കണ്ണില്. ലാസ്റ്റ് കണ്ണ് പോയി തന്നെ വിചാരിച്ചു. കാരണം കണ്ണ് വീങ്ങാൻ തുടങ്ങി, കൃഷ്ണമണി തടയാൻ തുടങ്ങി എനിക്ക്. അതായത് ഈ വൈറ്റ് കൃഷ്ണമണിന്റെ മുകളിൽ കയറി നിൽക്കാൻ തുടങ്ങി. പോയി നോക്കിയപ്പോ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കൊന്നും കാഴ്ചക്ക് പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് ട്രീറ്റ്മെന്റിലൂടെ പതുക്കെ ഞാൻ മാറ്റി വന്നു, ഇങ്ങനെ ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ മാറ്റി വന്നു. പക്ഷെ മുകളിലേക്ക് പഠിപ്പിക്കാൻ എത്തുമ്പോ അക്ഷരങ്ങളൊക്കെ ഡബിൾ ആവും, പായൊക്കെ അങ്ങനെ മോളിക്ക് കയറാൻ തുടങ്ങി. അപ്പൊ ഇതെന്തോ ഒരു പ്രശ്നമായിട്ട് കൊണ്ടുപോയി കാണിച്ചപ്പോ അവര് എന്നാ വിഷ്വൽസ് എനിക്ക് വായിക്കാനൊക്കെ പറ്റും, പക്ഷെ ഒരുപാട് നേരം ഒന്നിലേക്ക് തന്നെ ഒരു ബുക്ക് ഒരുപാട് നേരം നമുക്ക് വെക്കാൻ പറ്റില്ല. സ്പെക്സ് ഇല്ലാണ്ട് ബുക്ക് ഒരുപാട് നേരം വായിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ പരന്നിട്ട് ഡബിൾ ആയിട്ട് മാറും അക്ഷരങ്ങള്. അല്ലാണ്ട് സൈറ്റ്ലെസ് നോക്കുമ്പോ കുഴപ്പമില്ലേനും. ഇതാണ് പ്രശ്നം, ഈ പാട നീങ്ങി പോയത്. ഇപ്പൊ കൂടി വരുന്നുണ്ട്. ചെവിയും കണ്ണും കൊണ്ട് കളിക്കേ ചെയ്യരുത്. എനിക്കിപ്പോഴും അങ്ങനെ ഉണ്ട്. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ചൊറിയും. എനിക്ക് കാറ്റ്, ഞാൻ സ്പെക്സിന്റെ പവർ പോയാലടക്കം എവിടേക്ക് പോകുമ്പോൾ സ്പെക്സ് വെച്ചിട്ട് പോകും. കാറ്റ് തട്ടാൻ പറ്റില്ല. പിന്നെ ചൊറിച്ചിന് ഞാൻ വിചാരിച്ചാലും നിർത്താൻ സാധിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. തിരുമും ഭയങ്കരമായിട്ട് ഇങ്ങനെ തിരുമും അല്ലേ, അതൊരു പ്രശ്നം തന്നെയാണ്. നല്ല തിരുമ്പോ അത് എന്നെ കണ്ടാൽ തന്നെ ചിലപ്പോ പേടി, അത്രയ്ക്ക് റെഡ് കളർ ചോര വന്ന് നിക്കണ പോലെ. ഏട്ടനൊക്കെ പേടിച്ച് ഓടിണ്ട്, എന്നെ 2 കൈ പിടിച്ചു നിർത്തുവര് തിരുമ്പാണ്ടിരിക്കാൻ. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ പവർ ഞാൻ കുളിക്കുമ്പോഴും കിടക്കുമ്പോഴും മാത്രം ഊരിയാൽ മതി എന്ന് പറഞ്ഞത് ഗ്ലാസ് അവര്. എനിക്ക് ഇട്ടാ ഭയങ്കര ഇറിറ്റേഷൻ, ചിലപ്പോ തല ചുറ്റുന്ന പോലെ തോന്നും ഇടുമ്പോ. എപ്പോഴും യാത്ര പോകുമ്പോ ഇടാറുണ്ട്, മിക്ക സമയങ്ങളിലും യാത്ര പോകുമ്പോ ഇടും, അല്ലാണ്ട് പറ്റില്ല, പോകാൻ പറ്റില്ല. ഇതാണ് നമ്മള് ഇപ്പൊ റിജു പറഞ്ഞ പോലെ നമ്മുടെ ചെവി, മൂക്ക്, കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ചെവിയിലും മൂക്കിലൊക്കെ ഇടും അല്ലെ. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റാം. നമ്മൾ കണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല സ്പീഡിൽ ബസ്സിൽ പോയപ്പോ എന്തോ വന്ന് എന്റെ കണ്ണിലേക്ക് തട്ടി. ഞാൻ ഓർക്ക് പൊടിയായിരിക്കും വിചാരിച്ചു നമ്മൾ എന്താ ചെയ്യാ. അപ്പോ ഇത് കണ്ണ് പണ്ട് നല്ല പോലെ തിരുമായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറയും, ഒരിക്കലും കണ്ണങ്ങനെ ഭയങ്കര ഫോഴ്സിൽ തിരുമരുത്, ഈ കണ്ണിലാണ് നമുക്ക് അസ്വസ്ഥതെങ്കിൽ നമ്മൾ കണ്ണടച്ചിട്ട് ഇപ്പുറത്തെ കണ്ണില് ആ ഐബോളിന്റെ മുകളിൽ ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്യണം. അപ്പൊ ഇതും കിടന്ന് അനങ്ങും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി, എനിക്ക് ഒരു രീതിയിലും പറ്റില്ല. വീട്ടിലൊന്ന് എത്തിയാൽ മതി എന്നായിരുന്നു. കണ്ണ് ഇങ്ങനെ പകുതി അടഞ്ഞിരിക്കുക, പക്ഷെ മുഴുവൻ തുറക്കാനും പറ്റുന്നില്ല, മുഴുവൻ അടയ്ക്കാനും പറ്റുന്നില്ല ഒരവസ്ഥ. വീട്ടിൽ ചെന്ന് ഞാൻ കുറെ കഴുകിയിട്ടും പോകുന്നില്ല. വീട്ടില് മോളുണ്ടായിരുന്നു, ഞാൻ അവളോട് പറഞ്ഞു എന്റെ കണ്ണിൽ എന്തോ പോയിട്ടുണ്ട്. അപ്പൊ അവള് നോക്കിയപ്പോ കണ്ണിന്റെ വെള്ളയില് ഒരു ഉറുമ്പ് കടിച്ചു നിൽക്കുക. അവള് പറഞ്ഞു അമ്മ ഇങ്ങനെ ഉറുമ്പ് കാണുന്നുണ്ട്, അതിങ്ങനെ പിടിച്ചു നിൽക്കുക, വെള്ളം കൊണ്ട് കഴുകിയിട്ടൊന്നും പോകുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു ദിവസം എങ്ങനെയോ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ വന്നപ്പോ നോക്കിയിട്ട് പറഞ്ഞു കണ്ണല്ലേ, നമ്മൾ എടുക്കണ എങ്ങനെയാ, ഒന്നും ചെയ്യണ്ട, ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഉറുമ്പ് ചത്തു, പക്ഷെ അതിന്റെ ഈ കാല് ലോക്ക് ഇട്ട പോലെ ഇങ്ങനെ ഉടക്കി നിൽക്കുവാന്ന്. എന്നിട്ട് ഒരു ഡ്രോപ്സ് ഒഴിച്ചു. എന്നിട്ട് ടീസർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോ ഭയങ്കര ആശ്വാസമായിരുന്നു. അതുവരെ ഭയങ്കര പാട്. അതൊരു പ്രശ്നം തന്നെയാണ് നമ്മൾക്ക്.
പൊടി വീഴുമ്പോ നമ്മളിങ്ങനെ ചൊറിയുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ തിരുമും. അതൊരു പ്രശ്നമാണ്. അങ്ങനെ മുറിവ് വരും പെട്ടെന്ന്. ഡ്രൈനെസ്സും കൂടി ഉണ്ടെങ്കിൽ മുറിവാകും. അതായത് മോൾക്കുണ്ടായത് ഹെറിഡിറ്ററി തന്നെയാണ്. കാരണം എന്റെ ബ്രദറിന് ഉണ്ടായിരുന്നു, പിന്നെ വന്നത് അവൾക്കാണ്. പിന്നെ അതിനുശേഷം ഉണ്ടായ കുട്ടികളിലൊന്നും അങ്ങനത്തെ പ്രശ്നം കണ്ടിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പൊ അവള് പറയാം എല്ലാ മോശം ജീനും എനിക്ക് തന്നെ കിട്ടുന്നു പറഞ്ഞിങ്ങനെ എനിക്ക് പറഞ്ഞോണ്ടിരിക്കും. നല്ല ജീൻ എനിക്ക് തന്നൂടെ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടെത്താനിരുന്ന് പറയണേ. നമ്മളിപ്പം പ്രോപ്പർ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. ഇപ്പൊ സ്കൂളുകളിൽ ഐ ചെക്കപ്പ് നടത്തും, മോറൽ ചെക്കപ്പ് നടത്തും. കേൾവിയും അത്യാവശ്യമാണെന്ന് നമുക്ക് പറയാലോ. നമുക്ക് PTA മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പറയാം. അങ്ങനെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ പോലെ വന്നു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള റെമഡി നമ്മളിത് വായിച്ചിരുന്നോ കഥ കുറെ പറഞ്ഞിട്ടു. മയോപ്പിയ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതായത് ഷോർട്ട് സൈറ്റ്. ഐ എക്സാമിനേഷൻ കറക്റ്റ് മനസ്സിലാക്കിക്കും. ഇനീഷ്യലി ആണെങ്കിൽ ചില എക്സസൈസ്, ചില പ്രൊസീജിയർ അല്ലെങ്കിൽ കുറച്ച് നാല് ഗ്ലാസ് വെച്ചാൽ തന്നെ അത് മാറും. ചില കുട്ടികൾക്ക് ലൈഫ് ലോങ് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ പുവർ ക്വാളിറ്റി ടീത്ത്, ഓറൽ ഹൈജീൻ ശരിയാവാതെ വരുമ്പോൾ കുട്ടികൾ മധുരം കഴിക്കാൻ നല്ലതുപോലെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാതിരിക്കുക വായ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഡെന്റൽ ഹൈജീൻ പ്രശ്നമാകുന്നത്. പല്ലിനൊക്കെ കേട് വരുന്നത്. അങ്ങനെയാകുമ്പം ഈ പയോറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മോണപഴുപ്പ് എന്ന് പറയില്ലേ, ഡിസ്ചാർജ് ഓഫ് പസ്, ബ്ലീഡിങ് ഗം, അത് മോണിൽ നിന്ന് ചോര വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അതങ്ങനെയൊക്കെ ആകുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. കാരണം ഒരു 4-5 വയസ്സൊക്കെ ആവുമ്പോഴേക്കും കുട്ടികൾക്ക് മറ്റേ മിൽക്കി ടീത്ത് പോയി പെർമനന്റ് ടീത്ത് വരുന്ന സമയം. അപ്പൊ പെർമനന്റ് ടീത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിയണം. മിൽക്കി ടീത്ത് ആണെങ്കിൽ പിന്നെ പോട്ടെ, അതങ്ങ് പൊഴിഞ്ഞു പോകുന്നു വിചാരിക്കാം, പാൽപ്പല്ലുകള്. അതേസമയം ശരിക്കുള്ള പല്ല് എന്നിട്ടാണ് ഈ ഡെന്റൽ പ്രോബ്ലം വരുന്നതെങ്കിൽ പിന്നെ പല്ല് കേടാവും, പല പല പ്രശ്നങ്ങളും വരാനായിട്ട് ചാൻസ്. എന്റെ മോൾക്കില്ലേ മാം 2 പാൽപ്പല്ലും പറഞ്ഞു പോയിട്ടില്ല ഫ്രണ്ടത്തെ. ആണോ? അത് ഞാൻ ചെറിയൾക്ക് പല്ല് വലിക്കാൻ പോയപ്പോഴാണ് മൂത്തവളുടെ 2 ചെറിയ പല്ല് ഡോക്ടർക്ക് അതവള് ചിരിച്ചപ്പോഴാണ് തോന്നുന്നു സാറ് കണ്ടത്. ഇതെന്ത് പറഞ്ഞില്ലേ, അപ്പളാ ഞാനും അറിയണത്. അവൾക്ക് 16 വയസ്സായി. എനിക്കും പേടിയാവാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു ഉള്ളില് പല്ല് ഉണ്ടെങ്കിൽ സ്കാനിങ് ചെയ്ത് തന്നു. ഉള്ളില് പല്ല് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമുക്കത് വലിച്ചു കളഞ്ഞിട്ട് കുടുക്കിട്ട് വലിക്കണം പറഞ്ഞു. അല്ലെങ്കിൽ വെപ്പ് പല്ല് പറിച്ച് കളഞ്ഞിട്ട് വെപ്പ് പല്ല് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവളിപ്പോ എന്നെ കിടന്ന് ചീത്ത പറയുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഡോക്ടറോട് സത്യം പറഞ്ഞ കണ്ടുപിടിച്ചത്. അത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ബാക്കി എല്ലാ പല്ലും കറക്റ്റ് ആണ്. താഴത്തെ 2 ഫ്രണ്ടത്തെ 2 ചെറിയ പല്ലില്ല, അത് കുഞ്ഞു പല്ല. എനിക്ക് വയ്യ, ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയാണ്ടിരിക്കണം. അതൊന്ന് നമ്മള് നല്ല തട്ട് എന്തെങ്കിലും ചെയ്താ ഇളകും ട്രേ. ആരോഗ്യമില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ആരോഗ്യം. അപ്പൊ ഉള്ളില് വേരില്ലല്ലോ പാൽപ്പല്ലിന്. അപ്പൊ അത് എപ്പോഴായാലും ഇളകും. അപ്പൊ അവൾക്ക് ഞാൻ ഉമ്മിക്കിരിയും കൊണ്ടൊക്കെ എപ്പോഴെങ്കിലും തേക്കും. അവൾക്ക് പേടിയത് തേക്കാൻ. ഇളകി പോയി എന്ത് ചെയ്യും? അത് എന്തായാലും ട്രീറ്റ്മെന്റ് നടത്തണം. കാണുമ്പോ ഭംഗിയാണ് ഈ പാൽപ്പല്ല്. നമ്മുടെ ഈ പെർമനന്റ് ടീത്തിനേക്കാളും നല്ല ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. പക്ഷെ അല്ല, അത് പക്ഷെ എന്താന്നറിയോ, നമ്മള് ബാക്കി എല്ലാ പല്ലുകളും പെറിഞ്ഞു പോയിട്ട് വലിയ വലിയ പല്ലായി വന്നല്ലോ. അപ്പൊ ഇത് 2 ചെറുത് നിൽക്കുമ്പോ ശരിക്കും അവള് നേരോടെ ചിരിക്കില്ല. നന്നായി ചിരിച്ചാലേ ഇത് കാണൂ. അപ്പൊ അത് പ്രത്യേകം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. കുട്ടി ചിരിച്ചാ അത് കാണുമല്ലോ എന്ന് വിചാരിച്ചു. അവൾക്ക് നാളെ കൂടെ ഉണ്ട്. നമ്മള് നേരത്തെ അവൾക്ക് മനസ്സിലായില്ല തോന്നുന്നു. ചെറിയവളുടെ പല്ല് വലിക്കാൻ പോയപ്പോഴാണ് ഡോക്ടർ എന്തോ പറഞ്ഞപ്പോ ഞങ്ങള് ഇങ്ങനെ ചിരിച്ചപ്പോ ഇവളുടെ എന്തോ ഈ 2 ചെറിയ പല്ല് ചോദിച്ചു. അങ്ങനെയാണ് അത് ഞങ്ങൾ അറിഞ്ഞത്, അല്ലാണ്ട് അറിഞ്ഞില്ല. മാം, എന്റെ മോന് നമ്മൾ ഈ മിൽക്ക് ടീത്ത് മൊത്തം ഇങ്ങനെ പറഞ്ഞു പോയോന്ന് നമ്മൾ ഷുവർ ചെയ്യണം. കാരണം ഒരു സർട്ടൻ ഏജ് വരുമ്പോൾ നമ്മൾ പല്ലിൽ കമ്പി ഇടാനൊക്കെ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കുന്നത്. അപ്പൊ എന്റെ മോന്റെ കാര്യത്തിൽ അങ്ങനെ കമ്പി ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു മിൽക്ക് ടീത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അത് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പറിച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് ടീത്ത് വരുമെന്ന് ഉറപ്പില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ടൂത്ത് വെച്ചിട്ട് വേണം പിന്നെ ബ്രേസ് ഒക്കെ ഇടാനായിട്ട്. അപ്പൊ നമ്മളത് ഒരു ഏജ് കഴിയുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് പറയുന്നില്ല എല്ലാ മിൽക്ക് ടീന്ന് പോയോ ഇല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടാവും. ഇത് മോളുടെ കേസിലും പല്ലിലും പ്രോബ്ലം ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ പറയാം. അതായത് അവൾക്ക് കാൽസ്യം ഡെപ്പോസിറ്റ് കൂടിയിട്ട് ഈ പല്ലിലൊരു വെള്ളപ്പാട് വരില്ലേ, കാൽസ്യം കൂടിയൊരവസ്ഥ. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇത് പൊടിഞ്ഞു പോകും.
അങ്ങനത്തെ ഒരു പ്രശ്നം ഇവളുടെ പല്ലിനുണ്ട്. അപ്പൊ അതും അവള് പറയട്ടെ എല്ലാ മോശം ചെയ്യാൻ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കുട്ടിക്ക് ഈ പല്ലിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഇവള് കാൽസ്യം കുറഞ്ഞാലല്ലേ ഇങ്ങനെ വൈറ്റ് ഉണ്ടാവുക? കാൽസ്യം കൂടിയാലുണ്ടാവും? ഇത് പറയണ കാൽസ്യം ഡെപ്പോസിറ്റ് ആണ്. കാൽസ്യം കൂടിയിട്ട് ഇത് പല്ലിനൊരു കളർ ഡിഫറൻസ് വന്ന് നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും ആ ഒരു കളർ ആ വയറ്റിൽ പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു നമ്മളുടെ വീട് എവിടെയാ, കാരണം ചില ഏരിയയിലെ വെള്ളത്തില് കാൽസ്യം മഗ്നീഷ്യം ഏതോ ഒരെണ്ണം കൂടുതലായിരിക്കും. നമ്മൾ ആ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുമ്പോൾ പല്ലിന്റെ പ്രശ്നം വരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. ഓരോരോ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഇവര് ഇത് തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ ആകെ എനിക്ക് അതേപോലെ ഫ്രണ്ട് പല്ലിൽ ഇപ്പൊ വൈറ്റ് ഉണ്ട് ഫുള്ളായിട്ട്. ഇത് പൊടിഞ്ഞു പോകും. ഇത് എന്നിട്ട് ഇതുവരെ പൊടിഞ്ഞു പോയില്ല. എന്നിട്ട് ഇപ്പൊ അവള് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൈല് കാണുന്ന നമ്മുടെ ഈ ഫ്രണ്ടിലെ ടീത്ത് ആണല്ലോ സ്മൈല് കാണുന്നത്, അത് അവര് ഇങ്ങനെ രാഗി ചെറുതാക്കി, അതായത് നമ്മൾ ഈ പല്ല് മുളച്ചു വരില്ലേ അതുപോലെയായി അത്. എന്നിട്ട് പല്ലിന്റെ ഷേപ്പിലുള്ള വെനീർ ക്യാപ്പ് ഇട്ടു. കണ്ടു കഴിഞ്ഞാൽ പല്ല് പോലെ തന്നെ ഇരിക്കും. പക്ഷെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ എടുത്തപ്പോ, നമ്മൾ എന്തെങ്കിലും കടിക്കുമ്പോ ഒക്കെ. കാരണം ഇത് അതിനൊരു വലിയൊരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് അവൾക്ക് പ്രശ്നമായി. അവളെന്ന് എപ്പോഴും പറയാം, അമ്മയുടെ പല്ല് പോലത്തെ പല്ല് എനിക്ക് തന്നാൽ മതിയായിരുന്നു, നല്ലതൊന്നും എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ നല്ല ജീനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ പല്ലിന്റെ ഒരു പ്രശ്നം വന്നു അവൾക്ക്. ഇവള് പൈലറ്റ് ആവാനുള്ള കോഴ്സിനാണ് ചേർന്നിരിക്കുന്നത്. അതിന് ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലോ, ഭയങ്കര മെഡിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ ആണല്ലോ അതിന്. അത് കാരണമാണ് ഈ വിഷന്റെ അതും കറക്റ്റ് ചെയ്ത് പല്ലിന്റെയും കറക്റ്റ് ചെയ്ത് ആ കുട്ടി അങ്ങനെ പോയത്. അതൊക്കെ കാര്യങ്ങളല്ലേ. ഓക്കെ, നമുക്കിനി 2 പോയിന്റ്സും കൂടെ ഉള്ളൂ. സമയം കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ 2 പോയിന്റ്സ് ഒന്ന് വായിക്കാമോ ആരെങ്കിലും? അത് പെട്ടെന്ന് ബ്രീഫ് ചെയ്യാം. To develop and promote mental and emotional health. Mental and emotional health is also evenly necessary in the school health program. While physical health made a pupil physically fit, mental and emotional health allows him to maintain an even temper and happy disposition. അടുത്തത് വായിച്ചു. To develop a sense of civic responsibility among pupils. It has become today's necessity to develop a sense of civic responsibility in our students. They generally fall in their duty to help their fellow students in particular and other persons in general. They do not come to the assistance of others in time of need and help their suffering. So one of the objectives of health education is to develop a sense of civic responsibility. Through health education, pupils are to be made aware of social crime like spitting anywhere, sneezing, and coughing on the faces of others. So, മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് നമുക്ക് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, 6th ചാപ്റ്റർ. അതിലതാണ് പറയുന്നത്. നമുക്കതൊരു ഒന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. വട്ടവർ നമ്മളിപ്പോ ശരീരത്തിന്റെ ആരോഗ്യം, ഹൈജീൻ, നല്ല ഭക്ഷണം, നമ്മളുടെ ഓറലി ആണെങ്കിലും എല്ലാ രീതിയിലും നമ്മുടെ ബോഡി പാർട്സിന്റെ ക്ലെൻലിനെസ്, അതിനെ കെയർ ചെയ്യേണ്ടത്, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലേ. അപ്പോൾ മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഫിസിക്കൽ ഹെൽത്ത് ഫിസിക്കലി ഫിറ്റ് ആക്കി വെക്കുന്നു. മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് അവർക്ക് നല്ലൊരു ഹാപ്പിലി അവരുടെ ലൈഫ് മുന്നോട്ട് പോകാൻ, അവർക്കൊരു ദേഷ്യവും സങ്കടവും ഒക്കെ വരുമ്പോഴേക്കും അവർക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ചില കുട്ടികൾ പെട്ടെന്ന് വയലന്റ് ആകുന്നു, അങ്ങനെ അഗ്രസീവ് നേച്ചർ അങ്ങനെയൊക്കെ കാണിക്കുന്നവരുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഇത് നല്ല പോലെ അവർക്കൊരു ഹാപ്പി ഡിസ്പോസിഷൻ വരാവുന്ന രീതിയിൽ അവർക്കെല്ലാം മാനേജ് ചെയ്യാൻ, ഒരു ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും സന്തോഷത്തോടു കൂടി ഇരിക്കാനും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ടു ഡെവലപ്പ് സിവിക് റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾ. കുട്ടികളെ കൊണ്ട് മനസ്സിലാക്കിക്കണം, കാരണം പുറത്ത് നീഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ സപ്പോർട്ട് ആവശ്യമുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞില്ലേ, പൊതിച്ചോറുമായിട്ട് എന്റെ മോന്റെ സ്കൂളിലെ ആ കുട്ടികൾ ഇങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അവിടുത്തെ ആളുകളുമായിട്ട് കുറെ നേരം ഇന്ററാക്ട് ചെയ്തു. അപ്പൊ അവർക്ക് മനസ്സിലാകണം അങ്ങനെയും ജീവിക്കുന്നവരുണ്ട്, അങ്ങനെ കുറച്ച്
ഡിസബിലിറ്റി ഉണ്ടെങ്കിലും അവരവരുടേതായ രീതിയിൽ ജീവിക്കുന്നവരുണ്ടെന്നൊക്കെ മനസ്സിലാക്കണം. പിന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഏതെങ്കിലും റോഡ് ക്രോസ് ചെയ്യാൻ പ്രായമായ ഒരാളെ നിൽക്കുമ്പോൾ ഒരു കുട്ടി അതുവഴി വരുമ്പോൾ അവന് തോന്നണം ആ ഒരു ആളെ ഹെൽപ്പ് ചെയ്യണം റോഡൊന്ന് ക്രോസ് ചെയ്യാൻ. നമുക്ക് ചിലപ്പോൾ ക്രോസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഈ സൈഡിലായിരിക്കും പോകേണ്ടത്, എന്നാലും നമ്മൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂലേ. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള ആ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി. പിന്നെ നമ്മളുടെ വീടും പരിസരവും നമ്മളുടെ സൊസൈറ്റിയും എല്ലാം, നമ്മുടെ മദർ നേച്ചർ നമുക്ക് ജീവിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ടർ റിസോഴ്സസ്, നമുക്ക് വീട് വെക്കാൻ സ്ഥലം, നമുക്ക് ഭക്ഷണത്തിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും കിട്ടുന്നുണ്ട്. ആ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക, അതും ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അവിടെ എവിടെയൊക്കെ തുപ്പിയിടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും നമുക്ക് ആൾക്കാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഫേസ് ഒന്ന് കവർ ചെയ്തിട്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് ആ ഒരു ഹാബിറ്റ്സ് ഒക്കെ വരണം. ഓക്കെ, നമ്മൾ ഇൻസൈഡ് സ്കൂളും ഔട്ട്സൈഡ് സ്കൂളും ഒക്കെയാണ് നമുക്ക് ഓൾമോസ്റ്റ് തീരാറായി കാര്യങ്ങൾ. പിന്നെ പല ഏജൻസീസും ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്ക് തരുന്ന ഏജൻസീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ളത്. ഓക്കെ, നമുക്കിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഞാൻ പറയാം മാം. നമ്മൾക്കിന്ന് മറ്റേ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ക്ലാസ് നന്നായി കൈകാര്യം ചെയ്തതെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജിഷ മാമിനും ബാക്കിയുള്ള ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഞാൻ സൈൻ ഔട്ട് ചെയ്യും. മാമിനെ കാണുമ്പോൾ ഇല്ലേ നമ്മുടെ കേരളത്തിന് വാനം വേണ്ടി ചിത്ര ചേച്ചിയുടെ ഒരു ഓർമ്മ വരുന്നു. താഴെ കണ്ണിന് താഴെ ചിരിക്കും പോലും അതേപോലെ ഉണ്ട് മാം. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എന്റെ ഇനിഷ്യലും ചിത്രയുടെ ഇനിഷ്യല പാട്ട് പാടില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, then have a nice day. Bye. Thank you, ma'am. Thank you, ma'am. Bye, miss. Thank you, ma'am. Bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. വീക്കില് മാമിന്റെ ക്ലാസ്സിൽ കേറിയിട്ടില്ലെങ്കിൽ ആ വീക്കേ മോശ. എനിക്ക് അങ്ങനെയാണ്. എനിക്കിപ്പോ കഴിഞ്ഞ വീക്ക് ഓക്കെയാ, അതിന് മുന്നത്തെ വീക്കിൽ കേറാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്റെ ആ വീക്കേ മോശമായ പോലെ എനിക്ക്. വർക്ക് ചെയ്യണ്ടോ? ഓക്കെ.